ഈ പ്രളയ ദുരിതകാലത്ത് പലതും പറയുന്നില്ല എന്ന് കരുതിയിരിക്കുമ്പോഴും പലതും പറഞ്ഞു പോവുകയാണ്. ചിലർ വായിലേക്ക് കോലിട്ട് കുത്തി പറയിപ്പിച്ചു പോവുകയാണ്. കാരണം ഇന്ന് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി, കേന്ദ്ര സഹവാഴ സുരേഷ് ഗോപിയുടെ ചില പ്രതികരണങ്ങളൊക്കെയാണ് വളരെ ബാലിശമായ, സമൂഹത്തിന് നിരക്കാത്ത, സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല ബാലിശമായ ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോകുന്നത് ഈ ദുരിതകാലത്തും ഈ പ്രളയകാലത്തും. നമുക്കൊക്കെ അറിയാം വയനാട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊടിയ ദുരിതം, ആ വയനാടിൻ്റെ അവസ്ഥ. ഇതൊക്കെ മനസ്സിലാക്കി ഒരു മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപി എന്ന കേന്ദ്ര വാഴയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ലജ്ജാവകമാണ്, വളരെ ലജ്ജിപ്പിക്കുന്ന മറുപടി. നമുക്കൊന്ന് കേട്ടിട്ട് വരാം അദ്ദേഹം എന്താ പറഞ്ഞത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അന്വേഷിക്കുക. ആദ്യം കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ആദ്യം അത് അന്വേഷിക്കുക. അതിനുള്ള നിയമം ഉണ്ടോ? അല്ല, അത് അന്വേഷിക്കും. നിങ്ങൾ അതിന് സാധ്യത ഉണ്ടോന്ന് അന്വേഷിക്കും. ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടോ? ആദ്യം പോയി നിയമം പഠിക്കും. അല്ല, അങ്ങനെയില്ല. നമുക്കൊരു സഹായം വേണ്ട. സഹായം കേരളത്തിന് സഹായം വേണ്ടേ എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും. അപ്പം അങ്ങനെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ. അല്ല, സ്റ്റേറ്റ് പലതവണ ആവശ്യപ്പെട്ടല്ലോ. ഇപ്പോൾ കേന്ദ്ര പാർലമെന്റിൽ എല്ലാ എംപിമാരും ആവശ്യപ്പെട്ടില്ലേ? താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ. അമൃതയാണോ? അല്ല, അതല്ല നമ്മൾ ചോദിക്കുന്നത് കേരളത്തിലാണ് ചോദിക്കുന്നത്. അതിനകത്ത് നല്ല കുത്തിത്തിരിപ്പുണ്ട്. സഹായം ലഭിക്കുമോ എന്നുള്ള ജനങ്ങൾക്ക് എത്തേണ്ടതെത്തും. രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ്. അല്ല, ഇതുവരെ എന്ത് ഇടപെടൽ നടത്തി എന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണത്? നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല. മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്തതും ദഹിക്കാൻ പറ്റാത്തതും സാധാരണ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തതുമായ പല അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഒരു ഫ്യൂഡൽ മാടമ്പി ലെവൽ അദ്ദേഹം എപ്പോഴും ചിന്തിച്ചാലും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്, പല വീഡിയോസ്, പല എക്സ്പീരിയൻസ് ആയി അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മലയാളികൾക്ക്. ബാഡ് എക്സ്പീരിയൻസ്. അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പൂണൂലിട്ട ബ്രാഹ്മണനായി അടുത്ത ജന്മത്തിൽ എനിക്ക് ജനിക്കണം. അതാ മറ്റുള്ളവരൊക്കെ മോശക്കാരാ? മറ്റുള്ളവരെ ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പണ്ടൊരു പ്രാവശ്യം ഓർക്കുന്നുണ്ട് ഇദ്ദേഹം, ഞാനും ചെവിയിൽ പൂടെയുള്ള നായരാണ്. ഞാനും ചെവിയിൽ പൂടെയുള്ള നായർ. എന്താ ഈ ചെവിയിൽ പൂടെയുള്ള നായർ? നായരല്ല, ചെവിയിൽ പൂടെയുള്ള നായർ. അദ്ദേഹം എന്ത് കാര്യത്തിലാണ് പറഞ്ഞെന്നറിയാമോ? NSS ആസ്ഥാനത്തു നിന്ന് ഇദ്ദേഹത്തെ ഇറക്കി വിട്ടു. സുകുമാരൻ നായർ ഇറക്കി വിട്ടപ്പോൾ അദ്ദേഹം പിന്നീട് വന്ന് പ്രസംഗിച്ചതാണ് ഞാനും ചെവിയിൽ പൂടെയുള്ള നായരാണെന്ന്. എന്താണെന്നറിയാമോ? അന്ന് ജൂബിലി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇദ്ദേഹം അനുവാദമില്ലാതെ, മുന്നറിയിപ്പില്ലാതെ, ചോദിക്കാതെ ആ ആസ്ഥാനത്തേക്ക് കടന്നു ചെന്നു. ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോയി. കാരണം സിനിമാ നടനാണല്ലോ. അന്ന് ഇറക്കി വിട്ടു. ആ ഇറക്കി വിട്ടിൻ്റെ ചൊരുക്കിന് ഇദ്ദേഹം പറഞ്ഞതാണ് ചെവിയിൽ പൂടെയുള്ള നായരാണെന്ന്. ഇദ്ദേഹം നായരോ മാപ്പിളയോ ചോകോനോ മണ്ണാനോ എന്തേലും ആയിക്കോട്ടെ, നമുക്കെന്ത്. കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ രീതിയിലും നടപ്പിലും മട്ടിലും ഭാവത്തിലും ഒക്കെ വളരെ വ്യത്യസ്തമായ തലത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് BJP നേതാക്കളെ പോലും കണ്ടുകൂടാ. നമുക്കറിയാം കഴിഞ്ഞൊരു വീഡിയോ MD രമേശ് നല്ല ഒരു നേതാവാണ്, BJPയിൽ തന്നെ നല്ല ഒരു നേതാവാണ് MD രമേശ്. അദ്ദേഹത്തെയൊക്കെ മാനിക്കുന്നേ ഇല്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിന് വെറും പുല്ലാണ്. ഒന്നും നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. സാധാരണ ഒരു മനുഷ്യൻ. എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്? എന്താണ് ഇദ്ദേഹത്തിൻ്റെ? എൻ്റെ സാറേ, നമിച്ചിരിക്കുന്നു പ്രഭു, നമിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ബാലിശം, വെറും തറ. സമൂഹത്തിൽ എന്താണ് പറയേണ്ടത്? സമൂഹത്തിൽ ഈ സമയത്ത്, ഈ അവസ്ഥയിൽ സമൂഹത്തിന് എന്താണ് വേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കൂ, അർജുൻ അവിടെ കർണാടകത്തിലെ ആ അർജുൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ, ഏതർജുൻ, എന്തർജുൻ, എപ്പോ, എവിടെ, കോണ്ടാക്ട് നമ്പർ എഴുതിയെടുത്തോളൂ, ഞാൻ ശ്രമിക്കാം. 6ാമത്തെ ദിവസമാണ്. കേരളം മുഴുവൻ പരതിക്കൊണ്ടിരിക്കുന്ന വാർത്തകളും സംസാരവും ഈ അർജുൻ്റെ വിഷയവും കർണാടകത്തിലെ ആ വിഷയവുമാണ്. ആ പ്രളയം, ആ ദുരിതത്തെക്കുറിച്ചാണ്. സുരേഷ് ഗോപി സാറ് മാത്രം അറിഞ്ഞില്ല. സുരേഷ് ഗോപി സാർ അറിഞ്ഞില്ല, അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല.
സാധാരണ രീതിയിൽ ഒരു പത്രപ്രവർത്തകൻ കേന്ദ്രമന്ത്രിയോട് ചോദിക്കുമ്പോൾ പറയേണ്ട മറുപടികളൊന്നും ഇദ്ദേഹത്തിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കേ വേണ്ട. ഇദ്ദേഹം വേറൊരു ലോകത്താണ്. ഏകലവ്യൻ തലസ്ഥാനം കമ്മീഷണർ ആ ഒരു ലെവലിൽ രഞ്ജിത്ത് പണിക്കർ എവിടെ കൊണ്ടെത്തിച്ചോ ആ ഒരു ലെവലിൽ നിന്ന് ഇദ്ദേഹം ഇപ്പോഴും താഴേക്ക് വന്നിട്ടില്ല. താഴേക്ക് വരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഈ സൂം ചെയ്ത ക്യാമറയ്ക്ക് മുമ്പിൽ, ലൈറ്റിന് മുമ്പിലാണ് അദ്ദേഹം ഇപ്പോഴും. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ ചോദിക്കുക മുമ്പാവും, ഞാൻ എന്തേലും സഹായം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കേന്ദ്രത്തെ ധരിപ്പിക്കാം, ഉടൻ അതിന് പ്രതിവിധി ഉണ്ടാക്കാം എന്നൊരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അദ്ദേഹം ഫ്യൂഡൽ മാടമ്പിത്തത്തിന്റെ അടിമത്തത്തിൽ തളയ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളതിന്റെ യഥാർത്ഥ തെളിവാണ്. എനിക്ക് നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല. മാധ്യമപ്രവർത്തകനോട് പറയാണ്, നിങ്ങളോടൊന്നും എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ബ്രാഹ്മണനല്ല. ബ്രാഹ്മണനിൽ താഴെയുള്ള ഒരു വ്യക്തിയോട് ഇദ്ദേഹത്തിന് മറുപടിയില്ല. ഈ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. കാരണം മണിക്കൂറുകളോളം പറഞ്ഞാലും ഇദ്ദേഹത്തിന്റെ കഥകൾ തീരില്ല. കാരണം അമ്മാതിരി ഗോഷ്ഠികളാണ്, അമ്മാതിരി പ്രവർത്തന ശൈലിയാണ് ഇദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നടത്തുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും നടത്തിയിട്ടുള്ളതും. എൻ്റെ കേന്ദ്രമന്ത്രി നിങ്ങളിൽ നിന്നും കേരളത്തിലെ സാധാരണ ജനങ്ങൾ, കേരളത്തിലെ വിവരമുള്ള ജനങ്ങൾ, കേരളത്തിലെ പോപ്പുലറായിട്ടുള്ള ജനങ്ങൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. അല്പം മര്യാദ, അല്പം മാന്യത, കേരളത്തിലെ സൗകര്യങ്ങൾ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം അല്പമെങ്കിലും ഒരു മര്യാദ കാണിക്കൂ കേരളത്തിലെ ജനങ്ങളോട്, ഈ വിഡ്ഢിവേഷം കെട്ടാതെ. പ്രിയ തൃശ്ശൂരുകാരെ, നിങ്ങളോടാണ്. ഇനിയും ഇതുപോലുള്ളവരെയൊക്കെ ജയിപ്പിച്ച് ഇത് ആവർത്തിച്ചാൽ തൃശ്ശൂർ സാംസ്കാരിക നഗരി എന്ന പേര് ഞങ്ങൾ മറ്റ് സ്ഥലങ്ങൾക്ക് ഇട്ടുകളയും. ഓർമ്മയിൽ വെക്കുക, ജാഗ്രത.